എപ്പിസോഡ് 3 സ്വാഗതം. ഇന്ന് നമ്മൾ സന്ത് സേവാലാൽ മഹാരാജിന്റെ ബാല്യകാല അത്ഭുതങ്ങളെക്കുറിച്ചാണ് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത്, ഈ ആദ്യകാല സംഭവങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ധാർമ്മിക അടിത്തറ നൽകിയതെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. തീർച്ചയായും ആ വളർച്ച മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അതൊരു സാധാരണ ജനനമായിരുന്നില്ല, ഒരു ദിവ്യമായ ഇടപെടൽ അവിടെയുണ്ടായിരുന്നു. ഭീമ നായിക്കിന്റെയും ധർമ്മിണിയാടിയുടെയും കഥ അല്ലേ? അതെ, അവർക്ക് 12 വർഷത്തോളം കുട്ടികളുണ്ടായിരുന്നില്ല. കഠിനമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭവാനി ദേവിയുടെ അനുഗ്രഹത്താലാണ് സേവാലാലിന് ജന്മം നൽകുന്നത്. അപ്പോ ജനന സമയത്ത് തന്നെ എന്തെങ്കിലും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഈ കുട്ടി ഒരു അവതാരി പുരുഷനായിരിക്കുമെന്ന് അന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അവതാരി പുരുഷൻ, അതായത് ഒരു ദൈവിക അവതാരം എന്നർത്ഥത്തിൽ. അത് തന്നെ. ആ വിശ്വാസം ശരിവെക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പല സംഭവങ്ങളും. ഉദാഹരണത്തിന്, അദ്ദേഹം ക്ഷേത്രത്തിൽ ജഗദാംബാദേവിയുമായി സംസാരിക്കുന്നതും കളിക്കുന്നതും പിതാവായ ഭീമാ നായക് ഒരിക്കൽ നേരിൽ കാണാനിടയായി. ഇതൊരു കുട്ടിയുടെ വെറും സങ്കല്പ കളിയായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? അതെ, അതൊരു യഥാർത്ഥ ദൈവിക സംവാദമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിലാണ് അദ്ദേഹം ഒരു വലിയ വാക്ക് നൽകുന്നത്. മകനെ 12 വയസ്സ് തികയുമ്പോൾ ദേവിക്ക് സമർപ്പിക്കാമെന്ന വാഗ്ദാനം. അതെ, അതോടൊപ്പം സേവാലാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ചിട്ടയായ ആത്മീയ ജീവിതം നയിക്കാൻ തുടങ്ങിയിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ചിട്ടകൾ? പുണ്യസ്ഥലമായ കാലോക്കുണ്ടോയിലെ ദിവസവുമുള്ള സ്നാനം, മാരിയമ്മ ദേവിയുടെ ആരാധന, പിന്നെ ചന്ദ്രയാനഗുട്ട മലമുകളിലെ പൂജ. ആയിരക്കണക്കിന് പശുക്കളെ മേയ്ക്കുന്നത് പോലും അദ്ദേഹത്തിനൊരു ആത്മീയ സാധനയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. ഏകദേശം 3755 പശുക്കൾ. അത് അദ്ദേഹത്തിന് ഒരു തരം ധ്യാനം പോലെയായിരുന്നു. ഈ ആത്മീയ ചര്യയുടെ ഫലമായിരിക്കാം അദ്ദേഹത്തിന്റെ അത്ഭുത ശക്തികൾ നേരത്തെ തന്നെ പ്രകടമാകാൻ തുടങ്ങിയത്. തീർച്ചയായും. വെറും സ്പർശനം കൊണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വന്ധ്യരായ പശുക്കൾ പോലും പാൽ തരാൻ തുടങ്ങിയെന്നൊക്കെ കേൾക്കുമ്പോൾ. അതെ, അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ച പല സ്ത്രീകൾക്കും കുട്ടികളുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ പ്രശസ്തി പെട്ടെന്ന് വർദ്ധിപ്പിച്ചു. ഈ സമയത്താണോ അവർ സിർസിഗഡിലേക്ക് താമസം മാറുന്നത്? അതെ, അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെയാണ് കുടുംബം അവിടേക്ക് മാറുന്നത്. അവിടെ വെച്ചാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആ അത്ഭുതം സംഭവിക്കുന്നത്. മണ്ണ് ക്ഷീരയാക്കി മാറ്റിയ ആ സംഭവം. അതുതന്നെ. ജഗദാംബാദേവിക്ക് നിവേദ്യമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ കയ്യിൽ പൂജാദ്രവ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരാളാണെങ്കിൽ ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുമായിരുന്നു. പക്ഷേ സേവാലാൽ അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ഒട്ടും പതറാതെ കുറച്ച് സാധാരണ മണ്ണെടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും കാണുകെ ആ മണ്ണ് ക്ഷീര അഥവാ മധുരമുള്ള പായസമായി മാറി. അപ്പോ ഇതൊരു ശക്തിപ്രകടനം എന്നതിലുപരി അതിലൊരു വലിയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിനല്ല, നിങ്ങളുടെ ഭക്തിക്കാണ് പ്രാധാന്യം എന്നതായിരുന്നു ആ സന്ദേശം. സാധാരണ വസ്തുക്കളിൽ പോലും ദൈവികത കണ്ടെത്താമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതേപോലെ വേറെയും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വരൾച്ചക്കാലത്ത് മഴ പെയ്യിച്ചത്, വെള്ളം നെയ്യാക്കി മാറ്റിയത്. അതെ, പ്രകൃതിയുടെ മേൽ അദ്ദേഹത്തിന് ഒരു തരം ദൈവിക നിയന്ത്രണമുണ്ടായിരുന്നു എന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ഇങ്ങനെയെല്ലാം മുന്നോട്ടു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് 12 വയസ്സാകുന്നത്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ട സമയം. അതൊരു വലിയ ധർമ്മസങ്കടമായിരുന്നു. കാരണം മൃഗബലി ആവശ്യപ്പെടുന്ന ഒരു ദേവിയെ എങ്ങനെ സേവിക്കും എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. അതെ, ആ ഒരു ആന്തരിക സംഘർഷമാണ് അദ്ദേഹത്തെ കാലോക്കുണ്ടോയിലെ ആ കഠിനമായ തപസ്സിലേക്ക് നയിച്ചത്. എത്ര ദിവസമായിരുന്നു ആ തപസ്? 62 ദിവസം നീണ്ടുനിന്ന കഠിനമായ തപസ്. അതിനൊടുവിൽ അദ്ദേഹത്തിന് ദേവിയുടെ ദർശനം ലഭിച്ചു. അതെ, ഭവാനി ദേവി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് 3 വരങ്ങൾ നൽകി. എന്തൊക്കെയായിരുന്നു ആ വരങ്ങൾ? 1, സംസാരത്തിലൊരു ദൈവിക ശക്തി. 2, സമൂഹത്തെ സേവിക്കാനും നയിക്കാനുമുള്ള ജ്ഞാനം. 3, ആത്മീയമായ അധികാരം. പക്ഷേ യഥാർത്ഥ പരീക്ഷണം അതിനുശേഷമായിരുന്നു അല്ലേ? ശരിയാണ്. വരങ്ങൾ ലഭിച്ച ശേഷമാണ് ഏറ്റവും വലിയ പരീക്ഷണം വന്നത്. സമൂഹത്തിലെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരമായി മൃഗബലി നടത്താൻ അവർ തീരുമാനിച്ചു. സേവാലാൽ അതിനെ എതിർത്തു, ശക്തമായി എതിർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: ദേവിക്ക് രക്തമാണ് വേണ്ടതെങ്കിൽ എന്റേതെടുക്കട്ടെ. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം സ്വയം ശിരസ്സെറുത്ത് ദേവിക്ക് സമർപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സമൂഹം മുഴുവൻ ഒരു ആചാരത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ
അതിനെതിരെ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറാവുക? ആ നിമിഷം തന്നെ ഒരു അത്ഭുതം സംഭവിച്ചു. ജഗദാംബദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവി അദ്ദേഹത്തിന്റെ ശിരസ് ശരീരവുമായി വീണ്ടും ചേർത്ത് ജീവൻ നൽകി. എന്നിട്ട് ആ സമൂഹത്തോട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതെ, ദേവി അവരോട് പറഞ്ഞു, ഇവനാണ് എന്റെ യഥാർത്ഥ ഭക്തൻ, ഇവനെ നിങ്ങളുടെ സദ്ഗുരുവായി സ്വീകരിക്കുക. അതോടുകൂടി ആ സമൂഹത്തിലെ മൃഗബലി എന്ന ആചാരം എന്നേക്കുമായി അവസാനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനുമെല്ലാം ഇത് കണ്ട അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിച്ചു. അപ്പോ യഥാർത്ഥ അത്ഭുതം എന്നത് മണ്ണ് പായസമാക്കിയതല്ല, മറിച്ച് ദൈവിക അടയാളങ്ങൾ കാണിച്ച ഒരു കുട്ടിയിൽ നിന്ന് ഒരു സമൂഹത്തിന് മുഴുവൻ ധാർമ്മികമായ വ്യക്തതയും അന്തസ്സും നൽകിയ ഒരു പരിഷ്കർത്താവിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ വളർച്ചയാണ്. അതുതന്നെ. ഈ ബാല്യകാല സംഭവങ്ങളെല്ലാം വെറും പ്രകടനങ്ങളായിരുന്നില്ല. അവ പിന്നീട് അദ്ദേഹം മുന്നോട്ട് വെച്ച 22 സേവാബോലികൾക്കും ബഞ്ചാര സമൂഹത്തിന്റെ ആകെ പരിഷ്കരണത്തിനും ആവശ്യമായ ഒരു ധാർമ്മിക അടിത്തറ പാകുകയായിരുന്നു. ഒരു നേതാവിന്റെ യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് ഇത്തരം പ്രകടനങ്ങളിലാണോ അതോ സമൂഹത്തിനു വേണ്ടിയുള്ള ഇത്തരം തയ്യാറെടുപ്പുകളിലാണോ എന്ന് നിങ്ങൾക്കും ഇതിൽ നിന്ന് ചിന്തിക്കാവുന്നതാണ്.